അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ അത്യാവശ്യമായ മസ്അലകളും നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ക്ലിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എത്ര ധൃതിയുള്ള ആളുകൾക്കും കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കേൾക്കണം എന്ന് ഉണർത്തുകയും 25-ാമത്തെ ഭാഗമാണ് ഇത്. ഇതിൽ ചില മസ്അലകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നേരത്തെ നാം പറയുകയുണ്ടായി 24-ാമത്തെ ഭാഗത്തിന്റെ അവസാനത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്ത് രണ്ടാമത്തെ റക്അത്തിനേക്കാൾ വലിയതായിരിക്കൽ സുന്നത്താണ് എന്ന്. ഇതിൽ നാം ആദ്യമായി ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകൾ ക്രമമനുസരിച്ചായിരിക്കണം എന്ന് നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട്. അത് സുന്നത്താണ്. ഒന്നാം റക്അത്തിൽ ഓതുന്ന ആ സൂറത്തിന്റെ നേരെ അടുത്ത സൂറത്താണ് രണ്ടാം റക്അത്തിൽ നാം ഓതേണ്ടത്. അപ്പോൾ ഇനി ക്രമമനുസരിച്ച് ഓതുക എന്നതും ഒന്നാം റക്അത്തിൽ വലിയ സൂറത്ത് ഓതണം എന്നതും തമ്മിൽ എതിരായ, എങ്ങനെ എതിരാവല്? ഒരാൾ ഒന്നാം റക്അത്തിൽ ഇഖ്ലാസ് സൂറത്ത് ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ്, ഒന്നാം റക്അത്തിൽ അതോതി. ഇനി രണ്ടാമത്തെ റക്അത്തിൽ ഓതുകയാണെങ്കിൽ തർത്തീബനുസരിച്ച് ക്രമമനുസരിച്ച് ഓതണമെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണം. അപ്പോ അത് ഇഖ്ലാസ് സൂറത്തിനേക്കാൾ വലിയതാണ്. അപ്പൊ ഒന്നാം റക്അത്തിൽ വലിയതാവണം എന്നതിനെതിരായി ഇനി ഒന്നാം റക്അത്തിലേതാണ് വലിയ സൂറത്താവേണ്ടത് എന്നതുകൊള്ള നോക്കിയിട്ട് ഇന്ന അഅതൈനാകൽ കൗസർ എന്ന സൂറത്ത് രണ്ടാം റക്അത്തിൽ ഓതിയാൽ ക്രമമനുസരിച്ച് ഓതുക എന്നത് നഷ്ടപ്പെടും. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഫതുൽ അല്ലാം എന്ന് പറയുന്ന കിതാബിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗം 1 374 കാണാം. പല കിതാബുകളിലുമുണ്ട്, ഹുഫയിലും അതേപോലെ മറ്റ് ഫിഖിന്റെ കിതാബുകളിലൊക്കെ കാണാം. ഏറ്റവും ശ്രേഷ്ഠമായത് ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നാം റക്അത്തിൽ ഇഖ്ലാസ് സൂറത്ത് ഓതി എങ്കിൽ രണ്ടാം റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിൽ നിന്ന് ഈ ഇഖ്ലാസ് സൂറത്തിനേക്കാൾ അല്പം ഓതുകയാണ്, പൂർത്തിയാക്കി ഓതാതെ. എന്നാൽ രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, തർത്തീബ് പാലിക്കാൻ പറ്റി. മറ്റൊന്ന്, ഒന്നാം റക്അത്തിലെ സൂറത്ത് വലിയതായി എന്നത്. ഇതാണ് ഈ വിഷയത്തില് പ്രബലമായ അഭിപ്രായം വന്ന് ബുജൈരിമി ഒക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഉറക്കെ ഓതുന്ന നിസ്കാരത്തിൽ ഒരു ഇമാമ് പതുക്കെ ഓതിയ പിന്നെ നമ്മൾ കേൾക്കൂലല്ലോ സൂറത്ത്. ഒരു ഇശാ നിസ്കാരം, പക്ഷെ ഇമാമ് തക്ബീറൊക്കെ ചൊല്ലിയിട്ട് നോക്കുമ്പോ പിന്നെ ഓത്തൊക്കെ പതുക്കണം, എന്തോ ഒരു ചിന്തയില്ല. എന്നാൽ ആ സമയത്ത് മഅ്മൂമിനിക്ക് സൂറത്ത് ഓതൽ സുന്നത്താണെന്നാണ് പ്രബലമായ അഭിപ്രായം. ഇനി ഇമാമ് ഉറക്കെ ഓതി, എവിടെ പതുക്കെ ഓതേണ്ട സ്ഥലത്ത് ഒരു ളുഹൂറിന് ഇമാമത്ത് നിന്നിട്ട് ഇമാമ് നല്ല സൗണ്ടിൽ ഓതുക. ഇമാമിന്റെ പുതിയ ഇഷയാണ് എന്നാണ്, ഇഷ ആണ് എന്ന് കരുതിയിട്ട് ഓതുന്നത്. എന്നാൽ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മഅ്മൂം ഓതേണ്ടതില്ല എന്നാണ്. ഇനി ഒരാള് ആദ്യത്തെ 2 റക്അത്തിൽ മസ്ബൂക്കായി അയാൾക്ക് സൂറത്ത് ഓതാൻ പറ്റിയില്ല. എന്നാൽ അയാളുടെ അവസാനത്തെ 2 റക്അത്തിൽ അയാൾ ഓതണം. എപ്പോൾ? ആദ്യത്തെ റക്അത്തിൽ ഓതാനുള്ള സൗകര്യം ഉണ്ടാവാതിരിക്കണം, കിട്ടാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ
അതേ പ്രകാരം ഇമാം ഫാത്തിഹയോട് തുടർന്നു കൊണ്ട് ഓത്ത് അവന് ഓതേണ്ട ആവശ്യം ഇല്ലാതെ ആയിട്ടില്ലെങ്കിലും, ഉദാഹരണത്തിന് റുക്കൂവിന് വന്നിട്ട് ഇമാമിനെ തുടർന്നു, അപ്പൊ പിന്നെ ഫാത്തിഹ തന്നെ വേണ്ട. ഫാത്തിഹ വേണ്ട എങ്കിൽ എന്തായാലും സൂറത്തും വേണ്ട. അങ്ങനത്തെ ആള് ഒഴികെ അല്ലാത്തവർ അവസാനത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതണം. അവന്റെ നിസ്കാരത്തിൽ സൂറത്തുണ്ടാവാൻ വേണ്ടി. ഇനി ഇതേ പ്രകാരം തന്നെ മഅ്മൂമിന് സുന്നത്തുള്ള ഒരു കാര്യമാണ്, മഅ്മൂമിന്റെ ഫാത്തിഹ ആദ്യത്തെ 2 റക്അത്തിൽ ഇമാമിന്റെ ഫാത്തിഹയെ തൊട്ട് പിന്തണം. അത് സുന്നത്താണ്. എപ്പോൾ ഇവന് ഫാത്തിഹ ഓതി ഇമാം റുകൂയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഫാത്തിഹ ഓതാൻ സമയം കിട്ടും എന്ന ഭാവനയുണ്ടെങ്കിൽ അങ്ങനെ പിന്തിക്കൽ സുന്നത്തുണ്ട്. ഉറക്കെ ഓതുന്ന നിസ്കാരമാണെങ്കിൽ ഇമാമിന്റെ ഓത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. ഫാത്തിഹ ഓതുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് കേൾക്കണം. പതുക്കെ ഓതുന്ന നിസ്കാരമാണെങ്കിൽ ഇമാമ് ഫാത്തിഹ ഓതുന്ന സമയം ഇവന്റെ ഫാത്തിഹ പിന്തിക്കണം എന്നാണ് പറഞ്ഞത്. അത് പതുക്കെ ഓതുന്ന നിസ്കാരത്തിനും ഉറക്കെ ഓതുന്ന നിസ്കാരത്തിനും ബാധകമാണ്. അപ്പൊ ളുഹുർ നിസ്കാരമാണ് ഉദാഹരണം. ഇമാമ് ഫാത്തിഹ ഓതുന്ന സമയം ഇവൻ ഫാത്തിഹ ഓതരുത്. അപ്പോഴാണ് ഇവന്റെ ഫാത്തിഹ ഇമാമിന്റെ ഫാത്തിഹ തൊട്ട് പിന്തുക. ഈ സമയത്ത് മഅ്മൂമ് ദിക്ർ കൊണ്ട് അല്ലെങ്കിൽ ദുആ കൊണ്ട് ജോലിയാവണം. ഖിറാഅത്ത് കൊണ്ട് ജോലിയാവാൻ പാടില്ല. ഖിറാഅത്ത് കൊണ്ട് ജോലിയാവൽ ഖിറാഅത്താണ് എന്ന് കിതാബുൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു മഅ്മൂമിന് ഉറപ്പ് കിട്ടി, അല്ലെങ്കിൽ അവന് അറിഞ്ഞു, അല്ലെങ്കിൽ അവന് ഭാവനയുണ്ടായി, ഞാന് ഇമാമിന്റെ മുമ്പ് ഇമാമിന്റെ കൂടെ തന്നെ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ ഇമാം റുകൂക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഫാത്തിഹ ഓതാൻ സാധിക്കുകയില്ല എന്ന് ഒരു മഅ്മൂമിന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ അവന് ഒരു മികച്ച ഭാവനയുണ്ടായാൽ, ഇമാമിന്റെ കൂടെ തന്നെ ഫാത്തിഹ ഓതൽ ആ മഅ്മൂമിന് സുന്നത്താണ് എന്ന് മുസ്റൽ കരീം എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഭാഗം 26ാമത്തെ ഭാഗത്തിൽ ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. പലതവണ കേട്ട് സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഇല്ലെങ്കിലും കമന്റും ലൈക്കുമൊക്കെ നൽകണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.